നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡിഗ്രി വന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നാളെയാണ് ജോയിൻ ചെയ്യേണ്ടത്, 18-ാം തീയതി. കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. അതിനകത്ത് ഫീസ് അടച്ച് തിരുത്താനൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. നാളെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും, 18-ാം തീയതി. 19-20 ജോയിൻ ചെയ്യാനുള്ളത്, കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള തീയതി. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ബാക്കി വാർത്തകൾ നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ വയലിൻ, ചെണ്ട, മൃദംഗം, മ്യൂസിക്, വോക്കൽ പരീക്ഷകളുടെ പ്രാക്ടിക്കൽ പ്രോജക്റ്റ് ഡേറ്റുകൾ ജൂൺ 19, 20, 25, ജൂലൈ 3 തീയതികളിലാണ്. 4ാം സെമസ്റ്റർ മൾട്ടിമീഡിയ, ആനിമേഷൻ, ഗ്രാഫിക് ഡിസൈന്, സിനിമ ആൻഡ് ടെലിവിഷൻ, പ്രിൻ്റ് ആൻഡ് ഇലക്ട്രോണിക് ജേർണലിസം പരീക്ഷയുടെ പ്രാക്ടിക്കൽ ജൂൺ 18 മുതൽ. 4ാം സെമസ്റ്റർ എഡ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ ജൂൺ 19. പരീക്ഷാഫലം 6ാം സെമസ്റ്റർ ബികോം പ്രൈവറ്റ് റിസൾട്ട് വന്നു. 2ാം സെമസ്റ്റർ MSc അനലിറ്റിക്കൽ കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി മേഴ്സി ചാൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. 1ാം സെമസ്റ്റർ എഡ് പരീക്ഷയ്ക്ക്. ഓണേഴ്സ് ബിരുദ ആദ്യ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ജൂൺ 19 വൈകിട്ട് 4 മണിക്ക് മുമ്പ് കോളേജിൽ പ്രവേശനം നേടേണ്ടതാണ്. പരീക്ഷാഫലം 2ാം സെമസ്റ്റർ MSc ബോട്ടണി കെമിസ്ട്രി പരീക്ഷയുടെ റിസൾട്ട് വന്നു. അഫിലിയേറ്റഡ് കോളേജിലെ ഇൻ്റഗ്രേറ്റഡ് MA MSc പ്രോഗ്രാമിൻ്റെ 3ാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് വന്നു. 2ാം സെമസ്റ്റർ MSc ബയോ ഇൻഫർമാറ്റിക്സ് PGCSS മേഴ്സി ചാൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഫസ്റ്റ് സെമ്മിൻ്റെ റിസൾട്ട് വന്നത് നമ്മൾ കണ്ടു. വിവിധ വിഷയങ്ങളുടെ ഫസ്റ്റ് സെം റിസൾട്ട്. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ജൂൺ 17 വരെ പ്രൊഫൈലിൽ നിന്ന് ഓൺലൈനായി ഫീസ് ഒടുക്കി അലോട്ട്മെൻറ്റ് ഉറപ്പാക്കേണ്ടതും ട്രാൻസാക്ഷൻ സക്സസ് എന്ന് രേഖപ്പെടുത്തിയ റിസീറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 18 വരും. ജൂൺ 19, 20 തീയതികളിലാണ് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ളത്. പരീക്ഷാഫലം 2ാം സെമസ്റ്റർ MSc സ്റ്റാറ്റിസ്റ്റിക്സ്, അതേപോലെ തന്നെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന് 6ാം സെമസ്റ്റർ BTech പരീക്ഷയുടെ റിസൾട്ട് വന്നു. പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം, ആനുവൽ സ്കീമിൻ്റെ, അതേപോലെ തന്നെ പരീക്ഷാ ഫീസ്, 1ാം സെമസ്റ്റർ എഡ് പഠന സാമഗ്രികളുടെ വിതരണം, ടൈം ടേബിൾ ജൂലൈ 9 ആരംഭിക്കുന്ന 2ാം വർഷ BB ആനുവൽ സ്കീം പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ പരീക്ഷാ വിജ്ഞാപനം, 2ാം സെമസ്റ്റർ BTechൻ്റെ പരീക്ഷാ തീയതി പുനഃക്രമീകരിച്ചു. ജൂലൈ 19 നടത്താൻ നിശ്ചയിച്ച പാർട്ട് 1, 2 BA അബ്സുല്ലാമ, സാഹിത്യാചാര്യ, രാഷ്ട്രഭാഷ പ്രവീൺ പാസ്സായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ BCom BPA BSc പരീക്ഷകൾ ജൂൺ 25 മുതൽ പുനഃക്രമീകരിച്ചു. വിശദമായ ടൈം ടേബിൾ സൈറ്റിൽ വന്നിട്ടുണ്ട്. 3ാം സെമസ്റ്റർ MSc സ്റ്റാറ്റിസ്റ്റിക്സ് സ്പെഷ്യലൈസേഷൻ ഡാറ്റ അനാലിസിസ് പരീക്ഷയുടെ ജൂൺ 17 നടത്തായിരുന്ന പ്രാക്ടിക്കൽ പരീക്ഷ ജൂൺ 21 മാറ്റിവെച്ചു. പ്രാക്ടിക്കൽ 3ാം സെമസ്റ്റർ MSc മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ ജൂൺ 24, 28 തീയതികളിൽ. സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ അറബിക് ടൈപ്പിംഗ് പരീക്ഷാ ഫീസ് തീയതി നീട്ടി. 4ാം സെമസ്റ്ററിൻ്റെ സൂക്ഷ്മ പരിശോധന 4ാം സെമസ്റ്റർ BCom അക്കൗണ്ട്സ് ആൻഡ് ഡാറ്റാ സയൻസ് ന്യൂ ജനറേഷൻ പരീക്ഷയുടെ. കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ ആരംഭിക്കുന്ന 4 വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമുകളുടെ ആദ്യഘട്ട അഡ്മിഷന് ജൂൺ 18 ആരംഭിക്കുന്നു. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.